ഭാര്യ വീട്ടിൽ ദത്തു നിൽക്കാൻ തന്നെ കിട്ടില്ലെന്ന് ഹരി സുപ്രിയയോട്. എന്നാൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് അങ്ങോട്ട് മാറാമെന്ന് സുപ്രിയ ഹരിയോട് നിർദ്ദേശിക്കുന്നു. കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നതാണ് നാട്ടിലെ നടപ്പെന്ന് രവികുമാർ ജലജയോട്. ഒരു വാടക വീടെടുത്ത് താമസിക്കുന്ന കാര്യം ഹരിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് സുപ്രിയ അച്ഛനോടും അമ്മയോടും. വാടക വീടെടുത്ത് താമസിക്കാൻ ഹരി സമ്മതിക്കുന്നു. വീട് കാണാനെത്തുന്ന സുപ്രിയയും അച്ഛനും അമ്മയും. ഞാൻ മനസ്സിൽ കണ്ട വീടാണെന്നും ഇതുപോലൊരു വീട് സ്വന്തമാക്കണമെന്നും സുപ്രിയയ്ക്ക് വേണ്ടി രവികുമാർ വാങ്ങിയ വീടാണെന്നും ഒരിക്കലും ഇക്കാര്യം ഹരി അറിയരുതെന്നും ജലജ സുപ്രിയയോട്. ഹരിയും സുപ്രിയയും മറ്റുള്ളവരും പുതിയ വീട്ടിലെത്തുന്നു. ഇനി തുടർന്ന് കാണുക. ഫ്രിഡ്ജ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ട് 7000 രൂപ മാത്രം വാടക. അതാണ് അരവിന്ദൻ. പൈസയ്ക്ക് വേണ്ടിയല്ല ഹരി അയാൾ ഇത് റെന്റിന് തന്നത്. വീട് സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഇനി ഹരിയോട് ഒരു രഹസ്യം പറയാം. രവി നിർബന്ധിച്ചിട്ടാണ് അരവിന്ദൻ വാടക വാങ്ങാൻ സമ്മതിച്ചത്. അതെ അതെ, വെറുതെ താമസിക്കാൻ പറഞ്ഞതാ. അപ്പോഴേ രാഹുലാകാറായി. ജലജെ, പാല് കാച്ചാനുള്ള പരിപാടി നോക്ക്. ഞാൻ പോയി പാലെടുത്തോണ്ട് വരാം. വാടക വീട്ടിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ വേണോ? വേണം ഹരി. നമ്മൾ താമസിക്കുന്നിടത്തോളം ഇത് സ്വന്തം വീടെന്ന് കരുതണം. അച്ഛൻ ഇതുപോലുള്ള കാര്യത്തിൽ വലിയ വിശ്വാസമാണ്. വിശ്വാസം കൊണ്ട് വേറെ ദോഷമൊന്നുമില്ലല്ലോ. ഗുണമുണ്ടോന്നുള്ളത് വേറെ കാര്യം. ഞാൻ അത്രേ ആലോചിക്കുന്നുള്ളൂ. പാല് കാച്ചു പ്രിയേ. അമ്മ ചെയ്താ അത് പോരാ. നീയാണ് ഇവിടുത്തെ വീട്ടമ്മ. നിന്റെ സാമ്രാജ്യമാണ് ഈ അടുക്കള. പാല് കാച്ചേണ്ടത് നീയാ. നിക്ക് ഒരു കാര്യം മറന്നു. ആദ്യം നിലവിളക്ക് കത്തിക്കണം. വാ. ഇനി അടുക്കളയിലേക്ക് പോകാം. ഒരു മിനിറ്റ് അങ്കിൾ. ഇതെന്താ? അഡ്വാൻസ് കൊടുക്കണ്ടേ? 50,000 ഉണ്ട്. പിന്നെ മതി ഹരി. ഹൗസ് ഓണർക്ക് ഒരു ധൃതിയില്ല. പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. ഒന്നും പിന്നത്തേക്ക് വെക്കണ്ട. ഹൗസ് ഓണറുടെ അക്കൗണ്ടിലേക്ക് ഇടുകയല്ലേ. അങ്കിൾ വാങ്ങിക്ക്. എന്നാലും പ്രശ്നം എന്താ? ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചെക്ക് ഹരിയുടെ കയ്യിലിരിക്കട്ടെ. അത് പറ്റില്ല. അത് ശരിയാവില്ല. ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അങ്കിൾ ഇത് വാങ്ങിക്കണം. രവി, അതിനെന്താ, അച്ഛൻ വാങ്ങിക്ക്. ഇനി പാല് കാച്ചാം. എനിക്ക് നല്ല ടെൻഷനുണ്ട് പ്രിയേ. ഹരിപ്രസാദും നീയും വാശിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. ചെമ്പരിക്കൽ താമസിക്കാൻ വയ്യെന്ന് നീ തറപ്പിച്ചു പറഞ്ഞു. ഭാര്യ വീട്ടിൽ താമസിക്കുന്ന പ്രശ്നമില്ലെന്ന് ഹരിയും പറഞ്ഞു. അങ്ങനെയുള്ള നിങ്ങൾ രണ്ടുപേരും മാത്രമായി ഒരു വീട്ടിൽ താമസം തുടങ്ങുകയാണ്. ഓർത്തിട്ട് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. ഇപ്പോഴാണോ അമ്മ ഇത് ഓർക്കുന്നത്? കല്യാണം എന്തോ വലിയ സംഭവമാണ്, ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്, അതോടെ ജീവിതം മാറി മറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അത്ര വലിയ സംഭവമായി തോന്നിയില്ല. ഹരി ഒരു വ്യക്തി, ഞാൻ വേറൊരു വ്യക്തി. 2 ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ് ഒരുമിച്ച് ജീവിക്കുന്നു. ദാറ്റ്സ് ഓൾ. ഹോസ്റ്റലിൽ അങ്ങനെ എത്രയോ റൂംമേറ്റ്സ് താമസിക്കുന്നു. ഞാനും താമസിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ മുറിയിൽ കൂട്ടുകാർ താമസിക്കുന്ന പോലെയാണോ ഭാര്യയും ഭർത്താവും ഒരു മുറിയിൽ താമസിക്കുന്നത്? എന്താ സുപ്രിയേ? സത്യം പറയാം, ഹരിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹരിക്കും ഇത് തന്നെയായിരിക്കും പറയാനുള്ളത്. പ്രിയേ എന്ന് കരുതി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധമൊന്നുമില്ല. മാനസികമായ ഒരടുപ്പം അതുണ്ടായിട്ടില്ല. ഉണ്ടാവണം.
അതിന് ശ്രമിക്കേണ്ടത് നീയാണ്. ഒരാളെ പാമ്പർ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. സോപ്പിടണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു നയത്തോടെ ഹരിപ്രസാദിനെ സമീപിക്കണം. അത് നമ്മുടെ ആവശ്യമാണ്. ഹരി ഡ്രിങ്ക്സ് കഴിക്കുവോ? ഇല്ല. സ്മോക്കിംഗ്? ഏയ്. അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഭാഗ്യല്ലേ, കള്ളു കുടിച്ച് വെളിവില്ലാതെ വീട്ടിൽ കയറി വരുന്ന ഒരു ഭർത്താവായിരുന്നെങ്കിലോ? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് കുടിച്ചാൽ എന്താ, കുടിച്ചില്ലെങ്കിൽ എന്താ? ഹരിയെ നിനക്ക് ഇഷ്ടമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? എന്നല്ല, ഒരു ഇന്റിമസി തോന്നുന്നില്ല. നീ അതിന് ശ്രമിക്കണമെന്നാ ഞാനീ പറയുന്നത്. ഒറ്റയ്ക്കൊരു വീട്ടിൽ വളർന്ന പയ്യനാണ് ഹരി. എനിക്ക് പിന്നെ 5-6 ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ടല്ലോ. അവരുടെ കൂട്ടത്തിലല്ലേ ഞാൻ വളർന്നത്. അതുപോലല്ല. നമ്മൾ പല നാട്ടിൽ ജീവിച്ചിട്ടുണ്ട്, പലതരം കൾച്ചേഴ്സ് കണ്ടിട്ടുണ്ട്. കിൻഡർ ഗാർഡൻ മുതൽ നിനക്ക് എത്രയോ കൂട്ടുകാരുണ്ടായിരുന്നു. എന്നെ രവിയെ ഒരു സമയത്ത് പ്രിയ ഫ്രണ്ട്സ് ആയിട്ടാണ് കണ്ടിരുന്നത്. അങ്ങനെയല്ല ഹരി. നാട്ടിൻ പുറത്തെ ഒതുങ്ങിയ ജീവിതം, അച്ഛന്റെ അമ്മയുടെയും പെറ്റ്, അവരോടൊപ്പം അമ്പലത്തിൽ പോക്ക്, അല്ലെങ്കിൽ ഒരു ഉത്സവം കാണൽ. അതിനപ്പുറം ഒരു ലോങ് ട്രിപ്പ് പോലും ഹരിയുടെ ജീവിതത്തിൽ ഉണ്ടായി കാണില്ല. ഞാൻ എന്ത് ചെയ്യണം? ഹരിയെ മാറ്റിയെടുക്കണം. അതിനു മുമ്പ് നീ സ്വയം മാറണം. ഞാൻ പറയാതെ തന്നെ നമ്മുടെ കുറവുകൾ അറിയാലോ പ്രിയയ്ക്ക്. അതൊരു കോംപ്ലക്സ് ആയി മനസ്സിൽ കൊണ്ടു നടന്ന് ഹരിയെ കെയർ ചെയ്യണമെന്നാണോ? നീ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഭാവിയെക്കുറിച്ച് ആലോചിക്കേ. എങ്ങും തൊടാതെയുള്ളൊരു ജീവിതം മതിയോ നിനക്ക്? കല്യാണത്തിന് മുമ്പ് ഞാനിത് അമ്മയോട് ചോദിച്ചതാണ്. അപ്പൊ അമ്മ പറഞ്ഞത് എന്താ? കല്യാണം കഴിയുമ്പോ എല്ലാം ശരിയാവുമെന്ന്. ഇപ്പൊ പറയുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. ഞാനെന്താ അമ്മേ, വെറും യന്ത്രപ്പാവയാണോ? 10th ക്ലാസ് കഴിഞ്ഞപ്പോ മലയാളം ടീച്ചർ എന്റെ ഓട്ടോഗ്രാഫിൽ കുറിച്ചിട്ട് തോർക്കുന്നു. സുപ്രിയ, ആട്ടിൻകുട്ടിയെ പോലെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു പെൺകുട്ടി. അന്നതൊരു വലിയ കോംപ്ലിമെന്റായി ഞാൻ കരുതി. ആ ആട്ടിൻകുട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? എനിക്ക് തുള്ളിച്ചാടണ്ട, പക്ഷേ എനിക്കറിയില്ല, ജീവിതത്തിൽ എന്തോ കൈവിട്ടു പോയി. ഇങ്ങനെ സ്വയം പഴിക്കാതെ കൈവിട്ടുപോയ പ്രസരിപ്പ് വീണ്ടും നേടിയെടുക്കണം. നിന്റെ കാലൊന്നിടറിയെന്നുള്ളത് നേരാ. അത് കഴിഞ്ഞുപോയ അധ്യായം, മറക്കണം. ഹരിപ്രസാദ് നല്ലവനാണ്, സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ അഭിപ്രായം മാനിച്ച് വാടക വീടെടുത്ത് താമസിക്കാന്ന് സംഭവിച്ചത്. ഹരിക്ക് മാത്രമാണിത് വാടക വീട്. സ്വന്തം വീടാണെന്ന് പ്രിയക്കറിയാം. അവിടെ നിന്റെ വാശി ജയിച്ചില്ലേ? ഭാര്യ വീട്ടിൽ താമസിക്കില്ലെന്ന് ശാഠ്യം പിടിച്ച ഹരി ഇപ്പോഴെവിടെയാണ്? ഭാര്യ വീട്ടിൽ. ഇതുപോലെ ഓരോ പടിയായി ഹരിയെ നിന്റെ ജീവിതവുമായി അടുപ്പിക്കണം. അതടുത്ത വാശിയായിട്ടെടുക്ക്. പ്രിയ വിചാരിച്ചാൽ നടക്കും. നടക്കും മോളെ. പ്രിയയുടെ ബാഗല്ലേ, മറന്നുപോയോ? മറന്നതല്ലമ്മേ, അവിടെ വെച്ചേക്ക്. വീട് ഷിഫ്റ്റിങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത്. 2 ദിവസം വേണം എല്ലാം ഒന്ന് ശരിയാവാൻ. ഹരിയുടെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചോ? എന്ത് ഡ്രസ്സ്? കുറെ ഷർട്ടും മുണ്ടും കാണുമ്പോ തന്നെ ദേഷ്യം വരും. ഹരിക്ക് പക്ഷെ മുണ്ട് നല്ലപോലെ ചേരുന്നുണ്ട്. ദേ അമ്മേ, എന്നെ കൊണ്ടൊന്നും.
എടുത്തു തരാം. പ്രിയേ, ആ ഇതെന്താ? നിന്റെ പഴയ മെഡിക്കൽ റിപ്പോർട്ടല്ലേ? ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? എന്തിനാ പ്രിയ ഇത് കൂടെ കൊണ്ട് നടക്കുന്നത്? പിന്നെ ആരെങ്കിലും ഏൽപ്പിക്കണോ? ആവശ്യമുണ്ട്, അതുകൊണ്ടാ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഈ റെക്കോർഡ്സ് കൊണ്ട് എന്താവശ്യം നിനക്കുള്ളത്? അതിപ്പോഴെങ്ങനെ അറിയുന്നത്? ഒരു തരത്തില് സമാധാനം തരില്ലേ നീ? ഇതെന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്താ? ഒന്നുമില്ലേ? നിനക്ക് തലവേദനയും പനിയും വന്ന റിപ്പോർട്ടല്ല ഇത്. ഹരിയുടെ കണ്ണിലെങ്ങാനും ഈ പേപ്പേഴ്സ് പെട്ടാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനിത് ഹരിയെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ ഒരിക്കൽ ശ്രമിച്ചതല്ലേ. അച്ഛനും അമ്മയും കൂടി അത് തടഞ്ഞു. അതിന് പകരം വീട്ടാനുള്ള ഭാവമാണോ? എനിക്ക് ഒരു ഭാവവും ഇല്ല. ഈ രേഖകൾ എന്തെങ്കിലും ആവശ്യമായി വരുമെന്ന് തോന്നി, അതുകൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നു. ഹരിയെ കാണിക്കാനൊന്നും പോകുന്നില്ല, അതോർത്ത് ഭയം വേണ്ട. പോരെ, ഞാനായിട്ട് ഇത് ഹരിയെ കാണിക്കില്ലെന്ന്. പോരെ, എന്ത് വേണമെങ്കിലും ചെയ്യ്. ആ രാജി, ഹൗ ആർ യു? ആഹാ, ആര്? നീ എന്നാ ഇനി UK ന്ന് മടങ്ങുന്നേ? ആഹാ, നീ എവിടെയാ ഇപ്പോ? ഞാൻ വീട്ടിലുണ്ട്. സുഖല്ലേ നിനക്ക്? ആ പിന്നെ ഞങ്ങള് പുതിയ വീട്ടിലേക്ക് താമസം മാറി. അടിപൊളി വീടാ. നീ ഇനി വരുമ്പോ തീർച്ചയായിട്ടും ഇവിടെ വരണം. റെഡിയായോ? ഉച്ചയൂണ് നമുക്കൊരുക്കാന്ന് ഞാൻ പറഞ്ഞതാ. പുറത്തുനിന്ന് വാങ്ങിക്കാന്ന് രവിക്ക് നിർബന്ധം. ഇന്ന് നമ്മളിങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഊണ് റെഡിയാക്കാൻ പോയാലേ ഒന്നിനും ഒരു സമയം കിട്ടില്ല. അച്ഛൻ പറഞ്ഞതാ ശരി. നാളെ മുതൽ ഇവിടെ ചോറ് വെക്കാം. രാത്രിയിലേക്ക് ചപ്പാത്തി എടുത്തു വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് പോകും. മുട്ടക്കറി ഉണ്ടാക്കാം. ഓ, പാല് കാച്ചി കേറിയ ദിവസം നോൺ വെജ് ഒന്നും വേണ്ട ജലജേ. മുട്ട കുഴപ്പമില്ല. ഒരു ദിവസത്തേക്ക് ഒഴിവാക്ക്. ഞാൻ എന്തെങ്കിലും വെജിറ്റബിൾ ശരിയാക്കിക്കോളാം. ആ, ഹരിപ്രസാദിന് വിളിക്കേ. എല്ലാം എടുത്തില്ലേ? ഹരി, ഹരി കഴിക്കാൻ വാ. ഞാൻ ചെന്ന് വിളിക്കാം. ആ, കൈ കഴുകിയിരിക്കുക ഹരി. ഇതങ്ങോട്ട് വെച്ചോളൂ. ഹരി അങ്ങോട്ടിരിക്കും. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം. നിങ്ങൾ കഴിക്കേ, ഞാൻ പിന്നെ ഇരുന്നോളാം. ഓ, അത്രയ്ക്ക് വലിയ ത്യാഗമൊന്നും വേണ്ട. ഇയാളും വാ, ഇരിക്കി. ഇലയൊക്കെ ഇട്ട് ഗ്രാൻഡ് ആയിട്ടാണല്ലോ. ഇല മാത്രമേ ഉള്ളൂ ഗ്രാൻഡ് എന്ന് പറയാൻ. സോറി ഹരി, ഇവിടെ ഊണൊരുക്കാൻ സമയം കിട്ടിയില്ല. അതിനെന്താ, ഹോട്ടൽ ഫുഡ് ആളുകൾ കഴിക്കുന്ന സാധനമല്ലേ. ഇങ്ങനെ എന്തായാലും മതി എന്നാണ് ഹരിയുടെ പോളിസി എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു.
എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇനിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഹരി, പാർസൽ ഫുഡ് വാങ്ങുന്ന പരിപാടിയേ വേണ്ട. അങ്ങനെ ഇവിടെ ഒരു മടിച്ചയാക്കണ്ട. അതിനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ഞാൻ ആഹാരം ഉണ്ടാക്കും. അത് കഴിച്ചു മടുത്തിട്ട് ഹരി പുറത്തുനിന്ന് നല്ലത് വാങ്ങിക്കും. എങ്ങനെയുണ്ട്? ഐഡിയ കൊള്ളാം, പക്ഷെ നടക്കില്ല. അതെന്താ? ഞാൻ അടുക്കളയിൽ കയറും. അമ്മയെ സഹായിക്കാൻ കൂടിയിട്ട് സാമാന്യം നന്നായിട്ട് കുക്ക് ചെയ്യാൻ എനിക്ക് വശമുണ്ട്. ഈശ്വരന്മാരെ, ആ പാചക പരീക്ഷണത്തിന് എന്നെ ഇരയാക്കരുതേ. ഞാൻ വല്ലത് നന്നായി ഉണ്ടാക്കിക്കോളാമേ. കാത്തോളണേ. ഈ ഒരു അന്തരീക്ഷം എന്നീ വീട്ടിലുണ്ടായാൽ മതി. എനിക്ക് രണ്ടുപേരോട് അതേ പറയാനുള്ളൂ. പക്ഷെ സുപ്രിയയുടെ ഒരു ശീലം അഡ്മിറ്റ് ചെയ്യാൻ എനിക്ക് പ്രയാസമാണ്. അതെന്താ? ശ്രദ്ധക്കുറവ്. ഓ, ഞാൻ എന്ത് കാര്യത്തിലാ ശ്രദ്ധിക്കാത്തത്? മനഃപൂർവ്വമല്ല, പക്ഷെ തനിക്ക് മറവിയുണ്ട്. ഏയ്, ഉണ്ട്. ഞാൻ എന്ത് കാര്യം മറന്നതെന്ന് പറ. കെയർലെസ് ആയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ മെഡിക്കൽ റിപ്പോർട്ട് അലക്ഷ്യമായിട്ട് എവിടെയെങ്കിലും വെച്ചേക്കൂ. എന്താ നോക്കുന്നത്? മനസ്സിലായില്ലേ? അത് ഏത് മെഡിക്കൽ റിപ്പോർട്ടിന്റെ കാര്യം ഹരി പറയുന്നത്? ബെഡ്റൂമില് ബാഗിൽ നിന്ന് എടുത്തു വെച്ചതായിരിക്കും. ഹരി അത് കണ്ടോ? കണ്ടതുകൊണ്ടല്ലെങ്കിൽ അത് പറയാൻ കഴിഞ്ഞത്. അതെന്തിനാ നീ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്? പണ്ടെപ്പോഴല്ലേ പേപ്പട്ടി കടിച്ചത്? ഡീറ്റെയിൽസ് ഞാൻ വായിച്ചു നോക്കിയില്ല. ഒരിക്കൽ എന്നെ കാണിക്കാനായി സുപ്രിയ കൊണ്ടുവന്ന പേപ്പേഴ്സ് ആണെന്ന് മനസ്സിലായി. അപ്പോ ഹരി അത് വായിച്ചു നോക്കിയില്ല? ഇല്ല. തന്റെ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട്. പ്രിയയുടെ ഭാവം കണ്ടിട്ട് ഇതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്ന് തോന്നും. എന്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. അമ്മ എന്തിനു ഞെട്ടിയത്? ഒരു നേരം പോക്കിന് നീ എന്നെ കളിയാക്കിയതാണോ? ഹരിപ്രസാദ് മെഡിക്കൽ റിപ്പോർട്ട് മുഴുവനും വായിച്ചെങ്കിലുള്ള കാര്യം നീ ഒന്ന് ഓർത്തു നോക്ക്. വായിച്ചാലെന്താ? ഒന്നുമില്ലേ? ശ്ശെ, എങ്കിൽ ഈ വീട്ടിലെ അന്തരീക്ഷം ഇപ്പൊ ഇങ്ങനെ ആയിരിക്കുമോ? ഹരിയുടെ സ്വഭാവം ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. പുറമെ സൈലന്റ് ആണെങ്കിലും കാര്യത്തോടെ എടുക്കുമ്പോൾ അങ്ങനെയല്ല. പറയേണ്ടത് മുഖത്ത് നോക്കി പറയും. ആരോടായാലും അതിന് മടിയില്ല. അങ്ങനെയുള്ളവരെയാ സൂക്ഷിക്കേണ്ടത്. അതൊരു നല്ല സ്വഭാവമല്ലേ? പറയാനുള്ളത് പറയണം, അറിയാനുള്ളത് അറിയണം. എത്രയും നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ലത്. മനസ്സിലെ ഭാരം ഒഴിഞ്ഞു കിട്ടും. അല്ലാതെ എല്ലാം ഒളിച്ചു വെക്കുമ്പോഴാണ് പ്രശ്നം. ഒരിക്കലും സമാധാനം കിട്ടില്ല. നീ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഒരു കാര്യം ചെയ്യും. നിന്റെ ആശുപത്രി റിപ്പോർട്ട് എടുത്ത് ഇപ്പൊ തന്നെ ഹരിപ്രസാദിനെ കാണിക്ക്. അയാളെല്ലാം അറിയട്ടെ. ഞാൻ റെഡിയാ. പ്രിയേ, കല്യാണത്തിന് മുമ്പ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ ടെൻഷന്റെ കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ അതിന് ശ്രമിച്ചതല്ലേ. അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. കാര്യത്തിന്റെ ഗൗരവം നിനക്ക് അറിയാത്തതാണോ? അതോ ഞങ്ങളെ വിട്ടികളാക്കുവാണോ? നിനക്ക് പണ്ട് വൈറൽ ഫീവർ വന്ന റിപ്പോർട്ട് അല്ല ഇത്. പേപ്പട്ടി കടിച്ചതാണെന്നൊരു കള്ളക്കഥ അമ്മ ഹരിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടില്ലേ? പേപ്പട്ടി കടിച്ചതല്ലെങ്കിലും നിന്റെ ജീവിതത്തിന് ഏറ്റ വിഷബാധയുടെ സർട്ടിഫിക്കറ്റ് അല്ലേ അത്?
വരുത്തി വെച്ച വിന. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് താൻ കല്യാണം കഴിച്ച പെൺകുട്ടിക്കുണ്ടെന്നറിഞ്ഞാൽ ഏത് പുരുഷനാണ് സഹിക്കുക? സഹിക്കാൻ ഹരി തയ്യാറായിരുന്നെങ്കിലോ? അത് നീ തർക്കിക്കാൻ വേണ്ടി ചോദിക്കുന്നതാ. ഹരിക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലെങ്കിലോ? ഈ കല്യാണം നടക്കില്ലായിരുന്നു. അപ്പൊ മറ്റൊരാലോചന. അന്നേരം ഇത് തന്നെ ആവർത്തിക്കില്ലേ? അങ്ങനെ ആ കല്യാണവും നടക്കാതാവും. എങ്കിൽ എന്റെ വിധി അതാണെന്ന് വിചാരിക്കുമായിരുന്നു. നിന്റെ വിധിയല്ല, എന്റെ രവിയുടെയും ദുർവിധി. അതാണ് ശരി. വായിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സ് മറിച്ചു നോക്കുകയാണമ്മ. സത്യത്തിൽ സംഭവിച്ചതെന്താ? നിങ്ങളുടെ വാശി ജയിച്ചു, കല്യാണം നടത്തി. പിന്നെന്താ പ്രശ്നം? നിന്റെ കൂസലില്ലായ്മ തന്നെയാണ് പ്രശ്നം. അല്ലെങ്കിൽ പ്രിയ ആ കടലാസുകൾ അശ്രദ്ധമായി വെക്കില്ലായിരുന്നു. മുമ്പേ ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ മൈൻഡ് ചെയ്തില്ല. നിനക്കല്ല ഈസിയാണ്, അനുഭവിക്കുന്നത് ഞങ്ങളും. ഇത് ശരിക്കും ഓവറാണമ്മേ. എന്തിനാ ഇത്ര ആൻസൈറ്റി? സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിക്കും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും സംഭവിച്ചിരിക്കും. ഞാനൊന്നും പറയുന്നില്ല. പിന്നൊരാശ്വാസമുണ്ട്. ഹരിപ്രസാദ് മാന്യതയുള്ള കൂട്ടത്തിലാ. വൈഫുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ കണ്ടിട്ട് അയാൾ രഹസ്യമായി വായിച്ചു നോക്കിയില്ലല്ലോ. അത് അന്തസ്. എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. എന്ന് വെച്ച് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. ആ പിന്നെ, ഞാനും രവിയും കുറച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകും. പിന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ഓർക്കണം. ഹരിപ്രസാദിന് നിന്റേത് മാത്രമാക്കി എടുക്കാൻ കിട്ടുന്ന അവസരമാണിത്. ഇത് കേട്ടാ ഹരി ഇപ്പൊ മറ്റാർക്കും അവകാശപ്പെട്ട ആളാണെന്ന് തോന്നുമല്ലോ. എന്നല്ല, ശ്രദ്ധിക്കണേ മോളെ, ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ശ്രദ്ധിക്കണം.